നമസ്കാരം. ലെബനനിൽ ഇന്നലെ ഉണ്ടായ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. ഏതാണ്ട് 500ഓളം പേർക്കാണ് കാഴ്ച നഷ്ടമായത് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ 500 പേരും ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള തീവ്രവാദി പ്രവർത്തകർ തന്നെയാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർ പലരും പേജറുകൾ സ്വന്തം മുഖത്തോട് ചേർത്ത് വെച്ച് അതിൽ വന്ന മെസ്സേജ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പൊട്ടിത്തെറി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പലർക്കും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയായിരുന്നു. ലെബനനിലെ ഇറാൻ അംബാസഡറിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു, മറ്റേ കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടുതൽ ചികിത്സയ്ക്കായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ലെബനനിലെ ആശുപത്രികളൊക്കെ തന്നെ ഇന്നലത്തെ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടുത്തെ ആശുപത്രികളിൽ ഇപ്പോഴുള്ളത്. പലർക്കും കണ്ണിന് തന്നെയാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇവിടെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പേരെ ഒരു കാരണവശാലും ചികിത്സിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ലെബനൻ അധികൃതർ സൂചിപ്പിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളുടെ സഹായം ഇവർ ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലെബനന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. പ്രധാനമായും മെഡിക്കൽ രംഗത്ത് കൂടുതൽ വിദഗ്ധന്മാരെയും മറ്റ് ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ലെബനിലേക്ക് അയക്കുന്നതാണ് എന്ന് ഇറാഖ് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ലെബനനെ സംബന്ധിച്ചും ഹിസ്ബുള്ള തീവ്രവാദികളെ സംബന്ധിച്ചും അതിമാരകമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. 500 പേർക്ക് കാഴ്ച പോവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇനി ഇവരുടെ പുനരധിവാസം എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവരെ എങ്ങനെ ഇനി രക്ഷിക്കാനും അതല്ലെങ്കിൽ ഇവരെ കാഴ്ച വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പലരുടെയും കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഇവരെല്ലാം പിന്നീട് എങ്ങനെയാണ് ഈ തീവ്രവാദ സംഘടന സംരക്ഷിക്കുക എന്നുള്ളതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഭീതിയിലാണ്. ഏത് നിമിഷമാണ് ഇസ്രായേൽ സൈന്യം അതല്ലെങ്കിൽ മൊസാദെ അയക്കുന്ന ആയുധങ്ങൾ തങ്ങൾക്ക് നേർക്ക് വരുന്നത് എന്ന ഭയപ്പാടിൽ തന്നെയാണ് അവരെല്ലാവരും. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ 50% വരുന്ന തീവ്രവാദികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ആകെ 25% പ്രവർത്തകരെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് പോകുന്നത്. ഹിസ്ബുള്ളയുടെ അവസ്ഥ അതിനേക്കാൾ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ വധിച്ചിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവ ഒന്നും തന്നെ ഇസ്രായേൽ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ ആളപായം ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും നിരന്തരമായി ഇത്തരത്തിലുള്ള റോക്കറ്റുകളെ അവരുടെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം താർക്കുന്നതിലൂടെ ആ മേഖലയിൽ പലയിടത്തും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആത്യന്തികമായി ഹിസ്ബുള്ളയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് എന്നുള്ളതാണ് വേറെ പ്രശ്നം. ഏതായാലും ഈ പരിക്കേറ്റ ആളുകളെ ഇനി എന്തു ചെയ്യും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ലെബനൻ സർക്കാർ. ഇവരിൽ എത്ര പേരെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും പ്രസക്തമായ ചോദ്യമാണ്. ഇവരൊക്കെ പലരെ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇസ്രായേൽ സർവ്വശക്തി ഉപയോഗിച്ച് ലെബനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിക്കേറ്റവരെയും കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. അതിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് കെയ്റോയിൽ അമേരിക്കയ്ക്ക് ഈ സ്ഫോടനത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങളും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വെളിപ്പെടുത്തിയിരുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം സമാധാന ചർച്ചകൾക്ക് വേണ്ടിയാണ് കെയ്റോയിൽ എത്തിയിട്ടുള്ളത്. തങ്ങൾക്ക് ഇതേക്കുറിച്ച് യാതൊരു അറിവും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും ബ്ലിങ്കൻ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആക്രമണത്തിന് മുമ്പ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ ഇക്കാര്യം അറിയിച്ചിരുന്നതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.